എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴി റിയാക്ഷനാണ്, ശരിക്കും റിയാക്ഷൻ കേട്ടോ. അതായത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഉണ്ണി മുതൻ്റെ സൂപ്പർ സ്റ്റാർ പദവി. അത് ശരിക്കും ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാനായിട്ട് വന്നിരുന്നതാണ്. റീൽസ് ബീക്കൻ്റെ ഒരു സ്പെഷ്യൽ ട്രിബ്യൂട്ട് വീഡിയോ ഉണ്ട്, അത് കാണണം, റിയാക്ഷൻ ചെയ്യണം. ഇനി സംസാരിക്കണ്ട, വേറെ വീഡിയോയിൽ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഇത് വേറെ വീഡിയോയിലേക്ക് പോകേണ്ടി വരും. അതായത് ഒരേ തമ്പനയിൽ ഒരേ ക്യാപ്ഷനിൽ 2 വീഡിയോ വരാൻ പോകുന്നത്. വാവ് വാവ്, ഞാൻ ഹാപ്പിയാണ്. പണിയും കുറഞ്ഞല്ലോ അല്ലേ? മോൻ ഹാപ്പി അല്ലേ? ഓക്കെ, നമുക്ക് കാണാം. അബനോ? ആദൻ അങ്ങനെയാണ് പറഞ്ഞു കാണിച്ചത്. കുറച്ചു കാലങ്ങളായി അവൻ മലയാള സിനിമയിലുണ്ട്. അവനൊപ്പം വന്നവരും അവന്റെ വില്ലനായി പിന്നീട് വന്നവരുമൊക്കെ മലയാള സിനിമയിൽ വലിയ സ്ഥാനം നേടിയെടുത്തപ്പോൾ അവൻ മാത്രം അവിടെ നിശ്ചലനായിരുന്നു. ടൊവിനോ അതിനൊരു ഉദാഹരണം തന്നെയായിരുന്നു. സ്റ്റൈൽ എന്ന സിനിമയിൽ അയാളുടെ വില്ലനായി വന്നവനായിരുന്നു ടൊവിനോ. അയാൾ പിന്നീട് വൻ ലെവലിലെത്തി. പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയ മിന്നൽ മുരളിയും ARM പോലെയുള്ള ചിത്രങ്ങൾ ചെയ്ത് അയാൾ വലിയ ജനപ്രീതി തന്നെ നേടിയെടുത്തു. പക്ഷെ അയാളുടെ നായകന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. തുടക്കത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയെങ്കിലും പിന്നീട് പരാജയപ്പെട്ട സിനിമകളുടെ വലിയൊരു ലിസ്റ്റാണ് അയാൾക്കൊപ്പം ഉള്ളത്. മലയാളത്തിലെ മെയിൻ സ്ട്രീം നായകന്മാരുടെ കൂടെ ക്യാമിയോ ആയും മൾട്ടി സ്റ്റാർ ചിത്രങ്ങളും മാത്രമേ അയാൾക്ക് വലുതായി പറയാനുണ്ടായിരുന്നുള്ളൂ. അയാൾ ഒരിക്കലും ഒരു സ്റ്റാറായി മാറില്ലെന്ന് മലയാള സിനിമ ആരാധകർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അതിനുള്ള കാലമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 10-14 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഒരു മിനിമം ഗ്യാരണ്ടി തരാൻ പറ്റുന്ന പീരിയഡ് ഉണ്ടായിട്ടില്ല. യെസ്, യു ആർ ആൻ ആക്ടർ ഓഫ് ലോ ടയേഴ്സ്, നെവർ ഡെസ്റ്റിൻഡ് ടു ബി എ സ്റ്റാർ. ആദ്യത്തെ സിനിമ അല്ലേ? അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. പള്ളി പോയി പറയണ്ടേ? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട്. പക്ഷേ കാട്ടിൽ നിശബ്ദതയാണെന്നതിനർത്ഥം അവിടെയുള്ള ഗർജനങ്ങൾ നിങ്ങൾ ഒരിക്കലും കേൾക്കുകയില്ലെന്നല്ല. നാട് കടന്ന് ഉൾവനങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് നിങ്ങൾ അവന്റെ ശൃംഖലയിലേക്ക് നടക്കുന്നത്. ഇത്രയും കാലം കൊന്നുതിന്ന ചെന്നായിക്കൂട്ടം അന്നവിടെ പതറി വീഴും. അവന്റെ കാട്ടിൽ, അവന്റെ നിയമത്തിൽ ബാക്കിയെല്ലാം മുട്ടുമടക്കും. അവന്റെ വാക്കുകൾ വിമർശകർക്കുള്ളിൽ തീയായി. Yes bros, you were dealing with the wrong person. അതെ, വിമർശനങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്നവൻ ഇന്നിവിടെ തിരിച്ചു വന്നിരിക്കുന്നു. ഇതുവരെ ഒരു സംവിധായകനും പൂർണ്ണമായി എക്സ്പ്ലോർ ചെയ്യാത്ത അവന്റെ കാലിബർ ഇന്ന് മലയാളി പ്രേക്ഷകർ വായു പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. സിനിമാ കൊട്ടകകളിൽ ആരുമാരും കൈയടിക്കാതെ പോയ അവന്റെ ഇന്നൊരു ആൽഫാമെയിൽ സങ്കല്പത്തിന്റെ ഡെപ്പിക്ഷനായി മാറി തിയേറ്ററുകളിൽ ആരവം നിറയ്ക്കുന്നു. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് മൂവി എന്ന ടാഗ്ലൈനായി ഇറങ്ങിയ സിനിമ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലന്റ് മൂവിയായി മാറിയപ്പോൾ അതിലെ നായകൻ നമുക്ക് തന്നത് പ്യുവർ ഗൂസ്ബംസ് തന്നെയായിരുന്നു. മലയാളത്തിൽ ആരെങ്കിലും ഒന്ന് ചെയ്തു കാണാൻ നമ്മൾ ആഗ്രഹിച്ച അതേ ടൈപ്പ് ക്യാരക്ടർ അവയ്ക്കെല്ലാം ഒരുപടി മുകളിൽ കാണിച്ചു വെച്ച ആ നായകൻ തന്നെ. അതെ, നമ്മൾ സ്വർണത്തിന്റെ പെട്ടി ഇത്രയും കാലം ചില്ലറക്കാച്ചിടാൻ വെച്ചിരിക്കുകയായിരുന്നു. യെസ്, ഫയർ ഓഫ് സ്ക്രീൻ പ്രസൻസ്, ദ ആക്ഷൻ മാസ്റ്റർ, മസിൽ മാൻ, അവർ ഓൺ ഉണ്ണി മുകുന്ദൻ. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. എനിക്ക് തോന്നിയത് ബ്രോ തന്നെയാണ് മൊത്തം ചെയ്തതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വേറെ ആളെ വെച്ചാലും അതേപോലെ ചെയ്യണ്ടേ? അതെ, അതിന് ഉണ്ണിമുതലുള്ളൂ. ഉണ്ണിമുതൽ തന്നെ ഡ്യൂപ്പിട്ടു. അതെ, സത്യം. ഉണ്ണി മുകുന്ദന്റെ കരിയർ ഗ്രാഫ് അത്ര നല്ല ഒന്നല്ല. തുടക്കത്തിൽ തന്നെ വലിയൊരു പീക്ക് ഉണ്ടായിരുന്നു അയാൾക്ക്. മല്ലു സിംഗ് എന്ന കഥാപാത്രം അന്നേ വലിയ ജനപ്രീതി നേടിയിരുന്നു. പിന്നീട് ഒരുപാട് സിനിമകളിൽ അവസരം കിട്ടിയെങ്കിലും അതൊന്നും വലിയ വിജയങ്ങളായില്ല.
കുറച്ചു കാലങ്ങൾക്ക് ശേഷം വന്ന വിക്രമാദിത്യനാണ് പിന്നീട് അയാൾക്കൊരു ബ്രേക്ക് ത്രൂ നൽകിയത്. അതിലെ മസിലലിയൻ എന്ന കഥാപാത്രം ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ടും കരിയർ ഗ്രാഫ് താഴോട്ട് തന്നെയായിരുന്നു. വൻ ഹൈപ്പ് കൊടുത്തു വന്ന സാമ്രാജ്യം 2 പോലെയുള്ള സിനിമകൾ അയാൾക്ക് ഒരുപാട് ട്രോൾ നേടിക്കൊടുത്തു. ബോംബ് പടങ്ങൾ മാത്രമായിരുന്നു അന്ന് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മാളികപ്പുറം എന്ന സിനിമയിലൂടെയാണ് അയാൾക്ക് മികച്ചൊരു സോളോ ഹിറ്റ് കിട്ടുന്നത്. പക്ഷെ അവിടെയും സോഷ്യൽ മീഡിയ ഹേറ്റിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പടം ഹിറ്റായെങ്കിലും അതിലൂടെ ഒരുപാട് യൂത്ത് ഓഡിയൻസിനെ ഒന്നും ആകർഷിക്കാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് വന്ന മേപ്പടിയനും ജയഗണേഷും ഒക്കെ കുഴപ്പമില്ലാത്ത സിനിമകളായിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തമിഴിലും അയാൾ അഭിനയിച്ചിട്ടുണ്ട്. ഗരുഡൻ സിനിമയിലെ ആന്റി ഹീറോ ക്യാരക്ടറൊക്കെ മികച്ചതായിരുന്നു. എങ്കിലും ഒരു സ്റ്റാർ എന്ന നിലയിൽ അയാൾ ഏറെ പുറകിൽ തന്നെയായിരുന്നു. ഇന്നുള്ള യൂത്ത് ആക്ടർമാരുടെ ഇടയിൽ താഴെയായിരുന്നു അയാളുടെ സ്ഥാനം. പക്ഷെ അവയെല്ലാം മറികടക്കുന്ന തരത്തിൽ അയാൾക്ക് ഇന്നൊരു കഥാപാത്രത്തെ കിട്ടി. മാർക്കോ എന്ന സിനിമയിൽ അയാൾ പൂണ്ടു വിളയാടുകയായിരുന്നു. മലയാളത്തിൽ ഇത്രയും സ്വാഗും സ്റ്റൈലും ഒക്കെ ഈ അടുത്തൊന്നും ആരിൽ നിന്നും കണ്ടിട്ടില്ല. തമിഴിലും തെലുങ്കിലുമൊക്കെ തിയേറ്റർ പൂരപ്പറമ്പാക്കുന്ന മസിൽ ഷോയും ഷർട്ട് ബ്രേക്ക് സീനൊക്കെ ആദ്യമായാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ മലയാളത്തിൽ കാണുന്നത്. എക്സ്ട്രീം വയലന്റ് ഇന്റർവെൽ ഫൈറ്റും എക്സ്ട്രാക്ഷൻ ഒക്കെ ഓർമ്മിപ്പിച്ച സ്റ്റേജ് ഫൈറ്റും ക്ലൈമാക്സിലെ 1 vs 100 ഫൈറ്റും ഒക്കെ ഉണ്ണി മുകുന്ദൻ അത്രത്തോളം സ്ക്രീൻ പ്രസൻസോടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇൻട്രോയെ പറ്റി അധികം പറയേണ്ടതില്ലല്ലോ. ഭൂരിഭാഗം പേരുടെ മനസ്സിലും സാക്ഷാൽ KGF തന്നെ കടന്നു പോയിട്ടുണ്ടാകണം. അത്രത്തോളം സ്വാഗാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത്. അതെ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇപ്പോൾ അയാൾ അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. Here we present our action star. കഴിവുകളെ പറ്റി അധികമാരും സംസാരിച്ചു കേട്ടിട്ടില്ല. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അയാൾ പലതും തെളിയിച്ചു തന്നിട്ടുണ്ട്. മല്ലു സിംഗ് എന്ന ഒരൊറ്റ കഥാപാത്രം തന്നെ പറയും അത്. പൃഥ്വിരാജ് ചെയ്യാനിരുന്ന കഥാപാത്രത്തെ ഇനി മറ്റാരെ പോലും ആ ഐഡന്റിറ്റിയിൽ കാണാൻ പറ്റില്ലെന്ന രീതിയിലേക്ക് അയാൾ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴിവ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും കാലം ആ സ്റ്റാർട്ടിന് ശേഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഇമോഷനും റൊമാൻസും ഹ്യൂമറും ഒക്കെ ചെയ്തു കാണിക്കാൻ അയാൾക്ക് സാധിക്കുമെങ്കിലും അയാളുടെ സ്ട്രോങ് സോൺ മാസ് തന്നെയാണ്. കുറച്ചധികം കാലമായി അയാൾ മാസ് സോണിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു. ഏറെക്കുറെ ഫീൽ ഗുഡ് മൂവികളാണ് അയാൾ ചെയ്തിരുന്നത്. ഇനി ഫീൽ ഗുഡ് ഒന്നും കറക്റ്റായി എക്സ്പ്ലോർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതോ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മാസ് കഥാപാത്രങ്ങളിലൊന്ന്. It's his strong song and now a benchmark for the whole industry. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യുവാനുള്ള സംഭവമല്ല. എനിക്കത്ര ബുദ്ധിയില്ല. ഈ ബോക്സിനകത്ത് കയറുമ്പോ ആ വിസിലടി ശബ്ദം കേൾക്കുമ്പോ കിട്ടുന്ന ഹൈയുണ്ട്, അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് 17 വയസ്സായിരുന്നു സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ. ഇപ്പോൾ എനിക്ക് 37 കഴിഞ്ഞു. 20 വർഷത്തിലധികമായി. അഹമ്മദാബാദിൽ നിന്ന് ഇങ്ങോട്ട് ഓരോ സംവിധായകർ വിളിച്ചു വരുത്തും. 2000 കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തുമ്പോ അവർ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. ഇടയ്ക്ക് ഞാൻ ജോലിക്ക് കയറുമ്പോൾ ലീവ് ഒന്നും എടുക്കാതെ 8-10 ദിവസം ലീവ് ഒരുമിച്ച് എടുത്തിട്ട് ഇതുപോലെ മീറ്റിങ്ങിന് വരും. പക്ഷെ അതും ക്യാൻസൽ ആകും. എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ഒരു അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ പൊട്ടിത്തെറിക്കും, കരയും. ഉണ്ണി മുകുന്ദന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണിവ. ഇത്രയും ഹേറ്റ് നേരിട്ട ഒരു നടൻ മലയാളത്തിൽ ഈ അടുത്തുണ്ടായിട്ടില്ല. പൃഥ്വിക്ക് പോലും ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ഉണ്ണി ഒറ്റയ്ക്ക് പൊരുതിയവനാണ്. പാഷൻ മാത്രം കയ്യിൽ വെച്ച് ഇന്ന് മാർക്കോയിലൂടെ മലയാളത്തിലെ തന്നെ മികച്ച ആക്ഷൻ ഹീറോ എന്ന നിലയിലേക്ക് വളർന്നു വരുന്നു. ഉണ്ണി ആവശ്യപ്പെട്ട വിജയവും അംഗീകാരങ്ങളും ഒക്കെയാണ് മാർക്കോ ഇന്ന് അയാൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഒരിക്കൽ ആത്മഹത്യയിൽ നിന്ന് പോലും കടന്നു വന്ന ആ മനുഷ്യൻ ഇതെല്ലാം എന്തുകൊണ്ടും അർഹിക്കുന്നു. അന്ന് JB ജംഗ്ഷനിൽ കണ്ട കണ്ണുനീർ തന്നെ പറയും അയാൾ തിയേറ്ററിൽ ആഗ്രഹിച്ച കയ്യടികളുടെ വില എന്തായിരുന്നു എന്ന്. തിയേറ്ററിന്റെ പുറത്തു വന്ന് കെട്ടിപ്പിടിച്ച അയാളുടെ ദൃശ്യം നമുക്കേറെ സന്തോഷം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതെ, ഇത് നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾ കാത്തിരുന്ന, നിങ്ങൾ അർഹിച്ച വിജയം. പക്ഷെ ഇത് അവസാനമല്ല, തുടക്കമാണ്. ഇതുവരെ സംവിധായകന്മാർ യൂസ് ചെയ്യാത്ത നിങ്ങളിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ഇന്ന് ലോകത്തിനെല്ലാം അറിയാം. നിങ്ങളുടെ തിരിച്ചുവരട്ടെ. മലയാള സിനിമയുടെ അഹങ്കാരമായി, സൗത്ത് ഇന്ത്യൻ സിനിമയുടെ അഹങ്കാരമായി, ഇന്ത്യൻ സിനിമയുടെ അഹങ്കാരമായി നിങ്ങൾ മാറട്ടെ.
അവർ സ്റ്റൈലിഷ് ആക്ഷൻ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ. ഒരു ഫുൾ ത്രൂ ആയിട്ട് പോലീസ് സ്റ്റോറി കിട്ടുന്നത് ആക്ഷനിൽ പാക്ക ആക്ഷനിൽ ഏതൊക്കെ സാധനം ഇനി വരാനുണ്ടല്ലേ. ഇനി അങ്ങനെ കഥയൊക്കെ ചിന്തിച്ചു തുടങ്ങൂടാ എല്ലാവരും. പിന്നെ ചിന്തിക്കണം. അതാണേ കരയല്ലേ കരച്ചിട്ട് നമുക്ക് അതാണ് പ്രശ്നം. ഈ മസിൽ മാത്രമുണ്ട്. ഇതിന് ചെറിയ ഉണ്ണി എന്ന് പറയുന്നത് ശരിയാണ്. നിങ്ങൾ ബോക്സിക്കാർ മത്സരം അടിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന കിട്ടിക്കുന്നത് എനിക്ക് 17 വയസ്സായിരുന്നു. 2037. എനിക്ക് 20 വർഷം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ആണല്ലോ ഈ പാട്ടൊക്കെ ഇട്ടുകൊടുത്തിരിക്കുന്നത്. ആ ശരിയാ. ഇതാണ് ഇമോഷണലി ഭയങ്കരമായിട്ട് കൊണ്ടുപോകാണ്. ഓ ആ ഒരു സീനുണ്ടല്ലോ ഭീകരായിരുന്നു. തിരിഞ്ഞിരിക്കുന്നത് പോലീസ് സാധനം ശരിക്ക് മാർക്കോ സിനിമയിലേക്ക് നോക്കിക്കഴിഞ്ഞാലേ, അതായത് ആൾക്ക് കിട്ടിയത് നോക്കുമ്പോൾ ആൾ തിരിച്ചു കൊടുത്ത് വെച്ച് നോക്കിയിട്ട് ആളൊരു വിജയ നായകനല്ല, ശരിക്കും പരാജയപ്പെട്ട ഒരാളാണ്. സത്യം. അതായത് കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ അല്ലേ. അതെ. അപ്പം ശരിക്കും പരാജയപ്പെട്ട് ജയിച്ചവൻ്റെ ചിരിയാണത്. അത് നമുക്ക് എന്താണെന്നറിയോ, ഇപ്പം ആ ഒരു പറഞ്ഞൊരു ഡയലോഗിൽ കേട്ടോ ഞാൻ പറയണേ. അതായത് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ വിസിലടി കേട്ടിട്ട് അതിലാണ് എനിക്ക് കിക്കെന്ന് പറഞ്ഞ സാധനം. അതൊരു സത്യമാണ്. അത് ഏതൊരു നടന്റെയും ഉള്ളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം അതായിരിക്കും. നമ്മൾ അഭിനയിച്ച ഒരു സിനിമ ആ തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് ആരവം അങ്ങനെ കേൾക്കുന്നത്. അതിനോളം എന്താണ് അതിനേക്കാൾ വലിയൊരു കിക്ക് എന്താണ് സത്യമായിട്ടും ഇതിൽ എന്തെന്നറിയോ. അതിൽ ഏറ്റവും വലിയൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ, ഇപ്പൊ ലോകത്തിനെല്ലാം അറിയാം എന്ന് പറഞ്ഞില്ലേ, അത് ഭയങ്കരമായിപ്പോയി. അതായത് ആള് ഇപ്പം നമ്മൾ ഇതിനു മുൻപ് മാർക്കോയ്ക്ക് മുമ്പ് നമുക്ക് അറിയുന്ന ഒരു ഉണ്ണി മുകുന്ദനുണ്ട്. ആൾക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുമെന്ന് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. എന്നാൽ എല്ലാവരും അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് പൃഥ്വിരാജും ഉണ്ണി ടോവിനോയും ഇവരൊക്കെ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ചിലർക്കുണ്ടായിരുന്നു. എന്നാൽ ഉണ്ണി മുകുന്ദൻ ചെയ്യുന്നത് പോലുള്ള ഈസിനെസ്, അത്രത്തോളം സ്വാഗും സ്റ്റൈലും കൈവിടാതെ സിമ്പിളായിട്ട് ഹെവിനെസ് ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഉണ്ണി മുകുന്ദൻ മാത്രമേ ഉള്ളൂ മലയാള സിനിമയിൽ. ഫൈറ്റിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അപ്പോൾ അത് ഇന്ന് ലോകത്തിന് അറിയാമെന്ന് പറയുമ്പോൾ തീർച്ചയായും ഇനി അതിന് ചൂട് പിടിച്ച് മറ്റു സിനിമകൾ സംഭവിക്കും. ഞാനതാ പറഞ്ഞ എനിക്ക് എന്താ പെട്ടെന്ന് ആ വിക്രമാദിത്യനിലെ ആ മീശം പിരിച്ച് നിൽക്കുന്ന ആ ഒരു സാധനം മനസ്സിൽ വന്ന് ഒരു കിട്ടില്ല. നമ്മുടെ മലയാളത്തിൽ ഇപ്പൊ പോലീസ് സ്റ്റോറി, അതായത് ഫുൾ ത്രൂ ഒരു ആക്ഷൻ പോലീസ് സ്റ്റോറി ഒന്നും വരലില്ല. അങ്ങനത്തെ ഒരു സാധനത്തിനൊക്കെ പറ്റിയ മുതലാണത്. പണ്ടൊക്കെ സുരേഷ് ഗോപി സിനിമകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കോരിത്തരിച്ചിരുന്നില്ലേ, അതുപോലെ കീടിന സാധനം. കുറച്ച് അതിനകത്ത് ഒരു കാര്യം കൂടി നമ്മൾ പറയും, ഡയലോഗ് ഡെലിവറിയിലെ അത് ഒരു ക്യാരക്ടറിനനുസരിച്ച് കുറച്ച് സ്ട്രോങ് ആകേണ്ട സമയത്ത് അങ്ങനത്തെ ഒരു സംഭവത്തിന്റെ ഒരു കുറവ്. മാർക്കോയിൽ അതിനെ മറികടന്നത് സൗണ്ടില് കുറച്ച് എക്കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് അതിന് മറികടന്നത്. അപ്പോൾ അതെല്ലാത്തിനും പറ്റൂല. അങ്ങനത്തെ ആ ഒരു സാധനം കുറച്ചും കൂടി ഒരു ഗാംഭീര്യം എന്ന് പറഞ്ഞൊരു സാധനം കൂടി അങ്ങോട്ട് എത്തിയാൽ അതെ ആള് ഇത് തുടക്കാണ്. തുടങ്ങിയിട്ടുള്ളൂ, വളർന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ മാറ്റി പിടിച്ച് വലിയ സംഭവം ചെയ്യും. നമ്മളിങ്ങനെ ആഗ്രഹിക്കായിരുന്നു. സത്യമായിട്ടും സുരേഷ് ഗോപി ഒരു കാലത്ത് ഉണ്ടായിരുന്നു കിട്ടിലാൻ പോലീസ് ആക്ഷൻ സിനിമകൾ. നമുക്കറിയാം എത്ര എണ്ണം പറഞ്ഞ സിനിമകൾ തന്ന ആളാ. അങ്ങനത്തെ ഒരു നടൻ മലയാള സിനിമയിൽ വേറെ ഇല്ല. ആ ഒരു സ്ഥാനത്ത് അങ്ങനത്തെ റോളുകൾ ചെയ്യാൻ. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ മാസ് ആക്ഷനൊക്കെ ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ വാചകങ്ങൾ കൊണ്ടായിരുന്നു. പിന്നെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മീഡിയം അതിനപ്പുറത്തേക്ക് കടന്നു പോകില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഉണ്ണി മുകുന്ദൻ ചെയ്യുമ്പോൾ അതിനപ്പുറത്തേക്ക് കടന്നു പോകും. ഇപ്പോൾ മാർക്കോ സിനിമയിൽ കടന്നു പോയിരിക്കുന്നത് അതിർവരമ്പുകൾക്കും അപ്പുറത്താണ്. അത്രക്ക് എന്തായാലും എല്ലാത്തിലും ഉണ്ടാവുമെന്ന് നമുക്ക് സംശയമാണ്. അതിന്റെ പക്ഷേ വേറൊരു ടീം പറഞ്ഞിരിക്കുന്നത്, അതായത് ഹനീഫ് അദേനി പറഞ്ഞിട്ടുള്ളത് മാർക്കോ 2 അത് മാർക്കോയെക്കാട്ടിലും ഭീകരമായിട്ടുള്ള വയലൻസ് ആയിരിക്കും. അവരത് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് വയലൻസ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാണിച്ചു തരും അവര്. അത് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണിക്കുന്നതായിരിക്കും. അതെ. എന്തായാലും നമ്മളിപ്പോൾ ഒരു സാധനം ഡെലിവറി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ആ സാധനം നമ്മുടെ ഉള്ളിലുള്ള ഒരു
ഒരു ഇമാജിനേഷനിൽ ഉണ്ടാകുന്ന ഒരു രൂപമുണ്ട്. അതെ. അതിൻ്റെ എന്തായാലും അടുത്തെത്തൂലല്ലോ നമ്മൾ പുറത്തുവിടുന്ന, അതായത് നമ്മുടെ ഔട്ട്പുട്ട് അത് അത്രയും വരില്ല. അപ്പോൾ ഇവരുടെ കയ്യിലുള്ളത് അപ്പോഴും വലുത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും വലുത് തന്നെ ഈ സംഭവിക്കട്ടെ. അതെ, എന്താണ് കാത്തിരിക്കുകയാണ് നമ്മൾ. ഈ ഒരു ഐറ്റം മാത്രമല്ല, മറ്റുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ആക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻസ് മാത്രമല്ലാതെ നമ്മൾ സാധാരണ ആക്ഷൻ, ഈ മറ്റേ കിക്ക് ബോക്സിങ്, അങ്ങനത്തെ കുറച്ച് ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ട്. എന്റെ പൊന്നെ, എന്റെ മനസ്സിലോട്ട് എന്തൊക്കെ വരുന്നേ, മിലിറ്ററിക്കാരനായിട്ട് പാക്ക ഒരു ആക്ഷൻ സാധനം, ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്ന അതിനകത്ത് യൂസ് ചെയ്ത് കണ്ടില്ലേ. നീ ഇപ്പൊ പറഞ്ഞു പോയാൽ ഞാൻ എന്റെ മനസ്സിലുള്ള ഒരുപാട് സ്ക്രിപ്റ്റ് വിളിച്ചു പറയാം, അതുകൊണ്ട് അതിലേക്ക് കടക്കണ്ട. അപ്പോൾ വിളിച്ചാലോ? വിളിച്ചു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് വരും പെട്ടെന്ന്. പിന്നെ ഷെയർ ചെയ്ത് കൊടുത്തോ. അല്ലേ, എന്റെ ആവശ്യമാണല്ലോ. ഓടാടുന്നത് വെക്ക് 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 ഫോൺ വെക്ക്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.